എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം, എങ്ങനെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം എന്ന്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വായിക്കപ്പെടുമാറാകട്ടെ. ക്രിസ്തയേശുവിലേവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-3 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ സഭയിലേക്ക് അനേകം ദുരുപദേശങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ പൗലോസ് ദൈവസഭയെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള കാര്യം പൗലോസ് ഇവിടെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം, അതായത് ദൈവസഭ എങ്ങനെ ഈ ലോകത്തിൽ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം, അതായത് എക്ലീസിയ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, ദൈവസഭ, നാം ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് ഈ അധ്യായങ്ങളിൽ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 2-8 മുതലുള്ള വേദഭാഗങ്ങൾ നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ പുരുഷന്മാർ എങ്ങനെയായിരിക്കണം, സ്ത്രീകൾ എങ്ങനെ ദൈവസഭയിൽ പെരുമാറണം, ഒരുവൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ അവൻ എപ്രകാരമുള്ളവനായിരിക്കണം, അപ്പോൾ തന്നെ ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയും കൂടെ ആയിരിക്കരുത് എന്ന് പൗലോസ് ഈ അധ്യായങ്ങളിൽ, ഈ വാക്യങ്ങളിൽ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അപ്രകാരം ഒരു ദുരുപദേശം സഭയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ വീണു പോകാതെ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം, എങ്ങനെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം എന്ന് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഒരു അന്ത്യകാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൃപായുഗത്തിൻ്റെ അന്ത്യത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും അനേകം ദുരുപദേശങ്ങൾ കടന്നു വരുമ്പോൾ, അതായത് ഏത് വിധേനയും തൻ്റെ വൃദ്ധന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ സാത്താൻ അതിശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ദൈവം എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത്, അത് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുവാനായിരിക്കും, ഇവിടെ ഇപ്പം പറഞ്ഞതുപോലെ ഭാര്യയായി ഒരു നല്ല ഭർത്താവായിരിക്കുവാനായിരിക്കും, അല്ലെങ്കിൽ ഒരു അധ്യക്ഷസ്ഥാനം, ഒരു അധ്യക്ഷനായി ഒരു പദവി വഹിക്കുവാനായിരിക്കാം, ചിലപ്പോൾ ഒരു ശുശ്രൂഷകനായിട്ടായിരിക്കാം, അങ്ങനെ പല വിധത്തിലായിരിക്കാം, ഒരു വിശ്വാസിയായിരിക്കുവാനായിരിക്കാം, അങ്ങനെ പല വിധത്തിലായിരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരത്തും ആക്കി വെച്ചിരിക്കുന്നത്. എവിടെയാണോ നാം നമ്മെ ആക്കിയിരിക്കുന്നത് ആ സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കുക, അപ്പോൾ തന്നെ വിശുദ്ധരായിരിക്കുക. അങ്ങനെ ഈ വചനപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള ആ 4-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നു, ഭാവി കാലത്തെ ചില ദുരുപദേശങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമെന്ന് പൗലോസ് പ്രത്യേകമായി അവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നാം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആ ദൃഢനിശ്ചയത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.